സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. ഇവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞാൻ നിങ്ങളെ രക്ഷിക്കും. 2, അനുഗ്രഹമാക്കി മാറ്റും. 2-ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നു, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. അപ്പം ഇവിടെ ദൈവം നമുക്ക് ചെയ്തു തരാൻ പോകുന്ന 2 കാര്യം അവിടുന്ന് മുൻകൂട്ടി പറയുകയാണ്. ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. എന്താണത്? ഭയപ്പെടരുത്, 2, കരുത്താർജിക്കണം. അപ്പം നമുക്കും പണിയുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കർത്താവ് നമ്മുടെ ഭയം നീക്കിത്തരും, കർത്താവ് നമുക്ക് കരുത്ത് തരും എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുതെന്ന്. നിങ്ങളാണ് കരുത്താർജിക്കേണ്ടത്. പക്ഷെ ദൈവം നമുക്ക് നൽകുന്നത് എന്താണ്? രക്ഷയാണ് നൽകുന്നത്, അനുഗ്രഹമാണ് നൽകുന്നത്. അപ്പം 2 കാര്യങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തു തരുന്നു. ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്: നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ കരുത്ത് ആർജിക്കണം. എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ കരുത്ത് ആർജിക്കേണ്ടത് നമ്മളുടെ പണിയാണ്. ഈ ഭയമെന്ന് പറയുന്നത്, ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അത് ദൈവത്തിൻ്റെ നിഘണ്ടുവിലുള്ള കാര്യമല്ല, ദൈവത്തിനൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് ബൈബിളിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാം, ഭയപ്പെടരുത് ഭയപ്പെടരുത് പറയുന്നൊരു ദൈവം. അതിൻ്റെ അർത്ഥം നമുക്ക് ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയും. ഭയം എന്നുള്ളത് നമ്മുടെയും കൺട്രോളിൽപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് അതിൻ്റെ മേലെ ആധിപത്യമുണ്ട്, ഭയത്തെ നമുക്ക് നീക്കിക്കളയാനുള്ള വഴികളുണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ജോഷുവയെ വിളിച്ചിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നും. ഓർഡറാണ് ദൈവത്തിൻ്റെ. നീ ശക്തനും ധീരനുമായിരിക്കണം, നീ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ. അപ്പം ദൈവം തൻ്റെ മക്കളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കരുത്, നിങ്ങൾ ശക്തരും ധീരരുമായിട്ട് മാറണം. ഇതാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് നമ്മൾ മാറണം. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് ശക്തരും ധീരനുമാകാനാണ്, ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ നേടുവാനാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഭയപ്പെടരുത് ഭയപ്പെടരുത് എന്ന് പറയുന്നത്? ഇതിൻ്റെ കാരണം, ഭയം കടന്നു വരുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ല. ഭയം കൊണ്ട് നിറയുന്ന വ്യക്തികളുടെ തീരുമാനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തെറ്റിപ്പോകുമെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ ഭയം നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയും. നിരന്തരമായ ഭയത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിച്ച് ശരീരവും തളരും. അപ്പോൾ ഈ കരുത്ത് നഷ്ടപ്പെട്ടു പോകും. കർത്താവ് പറയുന്നത് എന്താണ്? കരുത്ത് ആർജിക്കണം. ഈ കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ഭയം. ഭയത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കരുത്തുറ്റ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനോ ഒരു കരുത്തുറ്റ ഒരു വ്യക്തിത്വം പടുത്തുയർത്താനോ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം പ്രത്യേകമായി കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത് എന്ന്. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും ജീവിതത്തിൽ ഭയപ്പെട്ടു പോവുകയാണ് നമ്മളറിയാതെ തന്നെ. എന്തുകൊണ്ടാണ് ഭയപ്പെട്ടു പോകുന്നത്? അപകടം മണത്തിട്ടാണ്, നഷ്ടങ്ങൾ ഓർത്തിട്ടാണ്, ദുരിതങ്ങളെ പ്രതിയൊക്കെയാണ് നമ്മൾ ഭയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് ഒരു അഷുറൻസ് തരികയാണ്. എന്താണിത്? ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ആദ്യം ദൈവം നമുക്ക് പ്രത്യാശ നൽകുകയാണ്. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ ആ വ്യക്തിയുടെ ആത്മവിശ്വാസം കെട്ടുപോകും, ആ വ്യക്തി ദുർബലനായിത്തീരും, പെട്ടെന്ന് ഭയത്തിൻ്റെ അടിമപ്പെട്ടു പോകും. അതുകൊണ്ട് അവൻ ആത്മവിശ്വാസമുള്ളവനായി ജീവിക്കണമെങ്കിൽ പ്രത്യാശ ഉണ്ടാകണം.
കർത്താവ് അതുകൊണ്ട് ആദ്യം തന്നെ ആ കാര്യം പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയുള്ള വ്യക്തിയാകി മാറണം. എന്താ കാരണം? നിങ്ങൾക്ക് ഒരുപക്ഷെ നിരാശ നിറഞ്ഞ സാഹചര്യമായിരിക്കും എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ വന്നിട്ടുണ്ടാകാം, ഇന്നലകളിൽ ഒരുപാട് പരാജയം ഉണ്ടായിട്ടുണ്ടാകാം, നിങ്ങൾക്ക് ഒത്തിരി കഴിവുകേടുകളുണ്ടാകാം, മണ്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരിക്കാം, യാതൊരു പ്രതീക്ഷയും ഫ്യൂച്ചറിനെ കുറിച്ച് കാണുമ്പോൾ ഉണ്ടാകില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിന്റെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത് ഈ സക്കറിയ പ്രവാചകൻ. അതായത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ശാപത്തിൻ്റെ അടയാളമായിരുന്നു. അത്രമാത്രം തകർച്ച, അടിമത്തം ഇസ്രായേൽക്കാർക്കുണ്ടായി. ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലൂടെ അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള തകർന്ന് തരിപ്പണമായ ഒരു രാഷ്ട്രത്തോട്, ജനസമൂഹത്തോട് ദൈവം പ്രഖ്യാപിക്കുകയാണ്, എന്തുമാത്രം തകർന്നു പോയെങ്കിലും മക്കളെ നിരാശപ്പെടേണ്ട, എന്തുമാത്രം ശാപത്തിൻ്റെ കയ്പ് നീര് കുടിച്ചുവെങ്കിലും നിരാശപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിക്കും. രക്ഷിക്കുക മാത്രമല്ല, ഞാൻ നിന്നെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ആ പ്രഖ്യാപനം നടത്തിയതിന് ശേഷമാണ് ദൈവം പറയുകയാണ്, നിങ്ങൾ ഭയപ്പെട്ടു പോകണ്ട, നിങ്ങൾ കരുത്ത് ആർജിച്ചെടുക്കണം, ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായിട്ട് മാറണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന ഓരോ മകനോടും മകളോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഇതാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ കരുത്ത് വീണ്ടെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ മുറിവുകൾ എത്ര വലുതാണെങ്കിലും, ഇന്ന് മാത്രം ദുരിതങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിലും, നിരാശയാണ് ചുറ്റുപാടുമെങ്കിലും, നീ തളർന്നു പോകരുത്. ദൈവം നിനക്ക് വാക്ക് തരുന്നു, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും, നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നീ ശക്തിയും ധീരയുമായി മാറണം. നിന്റെ തളർച്ചയിൽ നിന്ന് നീ വീണ്ടെടുക്കണം, എഴുന്നേൽക്കണമെന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയും ഉറപ്പും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ഓർക്കണം, പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ എന്തുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഓർക്കണം, ഈ പ്രശ്നങ്ങൾ ജീവിതത്തെ തകർത്ത് കളയില്ല, ദൈവം കൂടെയുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഏശയ്യാ 43:1 വചനങ്ങളിൽ ദൈവം പറയുകയാണ്, ഇസ്രായേലെ നിന്നെ സൃഷ്ടിക്കുകയും യാക്കോബെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, ഭയപ്പെടേണ്ട. എന്നിട്ട് പറയുകയാണ്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളുടെ സമുദ്രങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വരും, പക്ഷേ ഞാൻ നിന്നെ കൈവിടുകയില്ല. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. നിൻ്റെ ജീവിതയാത്രയിൽ നിൻ്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് കുറുകെ ഒഴുകുന്ന പ്രശ്നങ്ങളുടെ നദികളുണ്ടാകും. എന്നാൽ ഈ പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ നദികൾ നീ കടക്കുമ്പോൾ ആ പ്രതിസന്ധി നിൻ്റെ ജീവിതത്തെ തകർത്ത് കളയില്ല, കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ട്. തുടർന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അഗ്നി പരീക്ഷണങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷേ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നിൻ്റെ ലൈഫ് തകരാൻ ഞാൻ അനുവദിക്കുകയില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന അഷുറൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുണ്ടെങ്കിൽ അതൊരു ഗ്യാരണ്ടിയാണ്, പേടിക്കണ്ട. ദൈവം പേടിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്, അവൻ കൂടെ ഉണ്ടാകും. നമുക്കറിയാം, മോശയെ ദൈവം വിളിച്ച് മോശയ്ക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന ഒരു നിയോഗം ഏൽപ്പിക്കുകയാണ്. എന്താണിത്? ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനമായ ഇസ്രായേലിനെ വിമോചിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നിയോഗം കേട്ടപ്പോൾ മോശ ഭയപ്പെട്ടു. മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാനാരാണ് ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കാനും? ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ട് അവിടെ നിന്ന് ഒളിച്ചോടിയൊരു മനുഷ്യനാണ്, പരാജിതനായൊരു മനുഷ്യനാണ്, എനിക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് വേറെ ആരെയെങ്കിലും അയക്കണമെന്നെല്ലാം പറഞ്ഞപ്പോൾ മോശയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് മോശയുടെ ബലഹീനതകൾക്കും മോശയുടെ എല്ലാ കുറവുകൾക്കും പരിഹാരമായി ദൈവം അവന് കൊടുത്ത മറുപടി എന്താണ്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം കൂടെയുണ്ടെങ്കിൽ ഫറവോയെക്കാളും ഫറവോയുടെ സൈന്യത്തെക്കാളും നമ്മൾ ശക്തരായിട്ട് തീരും. അപ്പോൾ ദൈവം കൂടെയില്ലാത്തത് കൊണ്ടാണ് ചെറിയിടങ്ങളിലൊക്കെ നമ്മൾ തകർന്നു പോകുന്നത്, നമ്മൾ ഭയപ്പെട്ടു പോകുന്നത്, നമ്മൾ പിന്തിരിഞ്ഞു പോകുന്നതൊക്കെ
ഈ ദൈവം കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടോ ദൈവം കൂടെ ഇല്ലാതെ. അപ്പോൾ ദൈവം കൂടെ ഉണ്ടാവും. ജോഷുവയോടും ഭയപ്പെടരുതെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? മോശയോടുകൂടി എന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം ദൈവത്തിന് നമ്മുടെ എല്ലാ ബലഹീനതകളുടെയും നമ്മുടെ എല്ലാ കുറവുകൾക്കും പരിഹാരമായിട്ട് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം അവിടുത്തെ സാന്നിധ്യമാണ്. അവൻ കൂടെ ഉണ്ടായിരിക്കും. അവൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും നമ്മൾ ഒരിക്കലും തകർന്നു വീഴുകയില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനം എന്തുകൊണ്ടാണ് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും ഭക്താനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശക്തിയില്ലാതായി പോകുന്നത്, നമ്മൾ ദുർബലരായിട്ട് പോകുന്നത്? അതിൻ്റെ കാരണങ്ങളിലൊന്ന് ലോകത്തിൻ്റെ വചനങ്ങളും പിശാചിൻ്റെ വചനങ്ങളും നമ്മുടെ പഴയ മനുഷ്യൻ്റെ കൗൺസിലിങ്ങും ഒക്കെ, ആ വചനങ്ങളൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കയറുന്നത്. ദൈവത്തിൻ്റെ വചനം മനസ്സിൽ നിറയാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം എപ്പോഴും പ്രത്യാശ പകരുന്നതും ശക്തി പകരുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ പോലും അത് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവവചനം ഒരു വ്യക്തിയെ ഒരിക്കലും തളർത്തിക്കളയില്ല, തെറ്റ് തിരുത്തുമ്പോൾ പോലും. പക്ഷേ സാത്താൻ്റെ വചനങ്ങൾ, ലോകത്തിൻ്റെ വചനങ്ങൾ നമ്മളെ പെട്ടെന്ന് തളർത്ത് കളയും. അപ്പോൾ മനസ്സിൽ നിനക്കാരുമില്ല, നീ പോയാൽ ശരിയാകില്ല, നീ ചെയ്താൽ ശരിയാകില്ല, എല്ലാം നശിച്ചു കുളമായി എന്നൊക്കെ നിന്നോട് പറയുന്നത് നിന്നിലെ പഴയ മനുഷ്യനും ലോകവും ഒക്കെയാണ്. ഇത് നിന്നെ തളർത്തിക്കളയും. പകരം നിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ വചനമാണ് നിറയ്ക്കേണ്ടത്. ദൈവവചനം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ ലോകത്തിൻ്റെ വചനങ്ങളെ നിഷ്കാസനം ചെയ്യാൻ നമുക്ക് പറ്റും. നിരാശയിലേക്ക് നയിക്കുന്ന, തളർത്തിക്കളയുന്ന, ലോകം നൽകുന്ന, മനുഷ്യർ നൽകുന്ന വാക്കുകളെ നമുക്ക് നിരാകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ വചനം വേണം. അപ്പോൾ നമ്മൾ മനസ്സിൽ ദൈവത്തിൻ്റെ വചനം നിറയ്ക്കുന്നില്ല. ദൈവവചനത്തിൽ നിരന്തരമായി ബന്ധപ്പെട്ട് ജീവിക്കാത്തത് കൊണ്ട് നമ്മളൊരുപാട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും മനസ്സിലെപ്പോഴും ലോകത്തിൻ്റെ വചനമാവുള്ളത്. മനസ്സിലെപ്പോഴും നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങളും നമ്മുടെ യുക്തി പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിനുപരിയായി ദൈവവചനം കൊണ്ട് എപ്പോഴും മനസ്സ് നിറച്ചുകൊണ്ടിരുന്നാൽ നമ്മളറിയാതെ ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വാഗ്ദാനവും ദൈവത്തിൻ്റെ അരൂപിയും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. നമ്മളറിയാതെ തന്നെ നമുക്ക് ഹീലിംഗ് കിട്ടും. അതുകൊണ്ട് നിരന്തരമായും ദൈവവചനം നമ്മൾ വായിക്കണം. മനസ്സ് മുഴുവനും ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ ശുദ്ധീകരിക്കും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നതാണ്, പ്രതീക്ഷിക്കാനൊന്നുമില്ല, സാധ്യതയില്ല, ഇവിടെ കൃഷി ചെയ്തിട്ട് കാര്യമില്ല, ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല, പഠിച്ചിട്ട് കാര്യമില്ല, ഇവിടെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, എല്ലാം നെഗറ്റീവാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ തളർത്തിക്കളയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. യെശയ്യാ 58:11 എന്താണ് പറയുന്നത്? അവിടുന്ന് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. ദൈവം നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും നീ മരുഭൂമിയിലൂടെ കടന്നു പോകേണ്ടി വരും. വരൻ തുടങ്ങിയ ആളുകളുണ്ടാകും. പക്ഷെ നീ പേടിക്കേണ്ട, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകാൻ കഴിവുള്ള ഒരു ദൈവമാണ് നിനക്കുള്ളത്. അവിടുന്ന് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നട്ടു വളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത തീരുറവിയും പോലെയായിത്തീരും നീ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് വചനം കൊണ്ട് മനസ്സ് നിറഞ്ഞാൽ ശക്തരാകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിന്മയുടെ വചനങ്ങൾ, ചിന്തകൾ, ആലോചനകൾ നമ്മളെ തളർത്തിക്കളയും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്നത് വാഗ്ദാനങ്ങളാണ്. ദൈവം എപ്പോഴും ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പാണ്. ദൈവം നമുക്ക് നൽകുന്നത് അനുഗ്രഹമാണ്. ദൈവം നമുക്ക് നൽകുന്നത് ശക്തിയാണ്, വിമുക്തിയാണ്. ഇതെല്ലാമാണ് ദൈവം വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഭയപ്പെടരുത്. അവൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ പറ്റും, എല്ലാ തകർച്ചകളെ അതിജീവിക്കാൻ പറ്റും, എല്ലാ പ്രശ്നങ്ങളുടെയും മുകളിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവൻ കൂടെ ഉണ്ടായിരിക്കണം. കൂടെ ഉണ്ടായാൽ പോരാ, കൂടെയുള്ള അവനുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. കൂടെ അവൻ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകണം. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും തളർന്നു പോകുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മളെല്ലാവരുടെ ഉള്ളിൽ നമുക്കെല്ലാം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പരിമിതികളും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അടിസ്ഥാനപരമായി ഉള്ളിൻ്റെ ഉള്ളിൽ
ഞാനും നിങ്ങളും ഈ ബോധ്യമുള്ളവരായിരിക്കണം. എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്, അവൻ എന്നെ രക്ഷിക്കും, അവൻ എന്നെ ഒരു അനുഗ്രഹമാക്കും. ഇന്നൊരു പക്ഷേ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരിമിതി കാണും, കുറവുകൾ കാണും. പക്ഷെ വിശ്വസിക്കണം, എൻ്റെ മക്കളെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇന്ന് എൻ്റെ കുടുംബം ഒരുപക്ഷെ ഐശ്വര്യം കെട്ട അവസ്ഥയിലായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവത്തിന് എൻ്റെ കുടുംബത്തെ ഇനി എടുത്തുയർത്തി ഐശ്വര്യപ്പെടുത്താൻ സാധിക്കും. എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഈ ബോധ്യം ഉള്ളവരുണ്ടാകണം. മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം കളയണം. വീടിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, പ്രവർത്തന മേഖലകളെക്കുറിച്ച്, സാമ്പത്തിക മേഖലകളെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ചൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം കളഞ്ഞിട്ട് ഈ രാത്രിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പാക്കേണ്ട ചിന്ത ഇതാണ്: എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ബോധ്യമുള്ളവര്, ദൈവം എന്നെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന ബോധ്യമുള്ളവരെ കൈകളടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കരുത്ത് വീണ്ടെടുക്കണമെന്ന് ദൈവം പറയുകയാണ്. ശക്തി വീണ്ടെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ശക്തി വീണ്ടെടുക്കുക? ദൈവം നമ്മുടെ ശക്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സങ്കീർത്തനം 18:1 പറയുന്നുണ്ട്, കർത്താവേ എൻ്റെ ശക്തി കേന്ദ്രമേ എന്ന്. ഇപ്പം ശക്തിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം നമുക്ക് ഈ ശക്തി എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് ആ ദൈവവുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യണം. ഈ വൈദ്യുതി നമുക്കറിയാം, ഈ വൈദ്യുത ലൈനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടാലേ ഈ ബൾബൊക്കെ തെളിയുള്ളൂ. കണക്ഷൻ പോയി കഴിഞ്ഞാൽ ബൾബ് ഓഫായി പോകും. ഇതുപോലെ തന്നെ ശക്തിയുടെ, കരുത്തിൻ്റെ ഉറവിടമായ ദൈവവുമായിട്ടുള്ള കണക്ഷൻ ശരിയായി നിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ ശക്തി, കരുത്ത്, എന്ത് നേരിടാനൊക്കെയുള്ള ബലം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കണക്ഷൻ പോകുന്നത് എങ്ങനെയാണ്? അത് പാപം വഴിയാണ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ശക്തിയുടെ ഉറവിടമായ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്നത് എന്താണോ അതൊക്കെ പാപമാണ്. അപ്പോൾ അങ്ങനെ ഈ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ശക്തിയുടെ കേന്ദ്രവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ശക്തിഹീനരായി മാറിപ്പോകും. പാപം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, നമുക്ക് ഇതൊന്നും പാപമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാം, എല്ലാവരും ചെയ്യുന്നെന്ന് പറയാം, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ പറയാം. പക്ഷേ ഇതൊക്കെ ആളുകളും സാഹചര്യങ്ങളും കൾച്ചറും ഒക്കെ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. പക്ഷേ ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിൻ്റെ മൂല്യങ്ങൾക്കും മാറ്റമില്ല. അപ്പോൾ ദൈവം പാപമാണെന്ന് പറഞ്ഞാൽ അത് പാപമാണ്. അപ്പോൾ ഈ പാപം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ക്രമേണ ആ വ്യക്തി പോലും അറിയാതെ ആ വ്യക്തിയുടെ ആത്മവിശ്വാസം, ആത്മധൈര്യം നശിപ്പിച്ച് കളയും. പെട്ടെന്നത് മനസ്സിലാകില്ല. പക്ഷെ നമ്മുടെ ആന്തരികമായ കരുത്ത് ചോർന്നു പോകും. അവിടെ ചിലപ്പോൾ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ചിലതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഐഡിയാസൊക്കെ ഉണ്ട്, ഒന്നും പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല, നമുക്ക് ലൈഫിലൊരു ആനന്ദമില്ല, ഒന്നുമില്ല, ശക്തിയില്ല. അപ്പം ഇത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നഷ്ടത്തിലൂടെ നമ്മളറിയാതെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണിത്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ 8-9 വചനങ്ങളിൽ ദാവീദ് താൻ തെറ്റ് ചെയ്തു, തൻ്റെ ജീവിതത്തിൽ തകർച്ചയുണ്ടായി, തൻ്റെ പാപങ്ങൾ മോചിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. സങ്കീർത്തനം 51, 8-9 വചനങ്ങൾ. എന്നെ സന്തോഷഭരിതനാക്കണമേ, അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. അവിടുന്ന് തകർത്ത അസ്ഥികൾ. ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ അവൻ്റെ അസ്ഥികൾ തകർക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് രൂപമൊക്കെ നൽകുന്നത്, രൂപവും ബലവും ഒക്കെ ശരീരത്തിന് കിട്ടുന്നത് അസ്ഥികളുള്ളത് കൊണ്ടാണ്. അസ്ഥി തകർക്കപ്പെട്ടാൽ പിന്നെ നിവർന്നു നിൽക്കാനോ നേരെ നോക്കാനോ ഒന്നും നമുക്ക് പറ്റുകയില്ല. നമ്മളാകെ വികൃതമായി പോകും, ദുർബലമായി പോകും. അപ്പോൾ അസ്ഥി ഒടിഞ്ഞാൽ, അസ്ഥി നഷ്ടപ്പെട്ടാൽ, അസ്ഥി തകർന്നാൽ
നേരെ നിൽക്കാനും നേരെ നോക്കാനും ഒന്നും നമുക്ക് സാധിക്കാതെ വരും. ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകും, ആത്മവിശ്വാസമില്ലാതാകും, ദുർബലനായിത്തീരും, ഒതുങ്ങിക്കൂടിപ്പോകും, ശത്രുക്കളെ നേരിടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് നീ തകർത്ത അസ്ഥികൾ, ദാവീദ് തൻ്റെ പാപം ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ദൈവമേ, നീ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് പാപത്തിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് നീ എൻ്റെ അസ്ഥികളെ വീണ്ടും സന്തോഷിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പാപത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട്, അനീതിയെ താലോലിച്ചുകൊണ്ട് നമ്മൾ എത്രയേറെ പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ചിലപ്പോഴൊക്കെ പറ്റുന്നൊരു കുഴപ്പം ഇതാണ്, നമ്മുടെ ദൈവം നീതിയുടെ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ അനീതി നിലനിർത്തിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ ഇടപെടൽ വൈകിപ്പോവുക. പലരും മനഃപൂർവ്വമല്ല, പലരുടെയും പ്രശ്നം അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ കുറവുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ അനീതി ഉണ്ടെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കുള്ള പാപബോധം ഉണ്ടാകുകയുള്ളൂ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ജോലി സ്ഥലത്ത് എല്ലാവർക്കും പാര വെച്ചുകൊണ്ടും പരദൂഷണം പറഞ്ഞുകൊണ്ടും ജീവിക്കുന്ന ഒരു വ്യക്തി ഭക്തനായിരിക്കും പുറമേ, പക്ഷേ അവൻ പാപത്തിലാണ് ജീവിക്കുന്നത്, അനീതിയിലാണ് ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാതെ ജീവിക്കുമ്പോൾ അവൻ നീതിയിലല്ല ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അയൽവക്കത്തേക്ക് പോയി അയൽവക്കക്കാരുമായിട്ട് ശത്രുതയിലാണ്, അവരോട് മിണ്ടില്ല, അങ്ങനെ വാശിയും പിടിച്ച് നടക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് അകന്നാ ജീവിക്കുന്നത്. ദൈവം ആഗ്രഹിക്കാത്ത വരുമാന മാർഗങ്ങൾ ധനമോഹത്തിലൂടെ ഓടുമ്പോൾ അവൻ അനീതിയിലാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളോട് അനീതി ചെയ്യുമ്പോൾ, അവരെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അനീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാപത്തിൻ്റെ അവസ്ഥകൾ അത് കുറേ കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, മറ്റുള്ളവരെ മുറിപ്പെടുത്തുക, ഇതൊക്കെ ശീലമായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം, നമുക്കത് പാപം തോന്നില്ല. നമ്മൾ മൂലം മറ്റുള്ളവരെ എന്തുമാത്രം വേദനിക്കുന്നുവെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല മേഖലകളിലും നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കാനും പരിഹസിക്കാനും ഒക്കെ നമ്മൾ കൂട്ടുനിന്നിട്ട് നമ്മൾ ഭക്താനുഷ്ഠാനങ്ങളെല്ലാം മുറ പോലെ നടത്തും. ആത്മീയ ജീവിതത്തിൽ വളർച്ചയില്ലാതെ പോകുന്നതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപത്തെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കാതെ, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്നുള്ള വിമോചനം ആത്മശക്തിയുള്ളവരായി മാറാനും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് കിട്ടാനും വളരെയേറെ അത്യാവശ്യമാണ്. അപ്പോൾ ഉള്ളിൽ പാപം പാപത്തിൽ വീണു പോകാം, ഏതവസ്ഥയിൽ എത്ര വളർന്നാലും ഒക്കെ വരാം. പക്ഷേ പാപത്തിൽ നിലനിന്നുകൊണ്ട് പാപബോധമില്ലാതെ ജീവിച്ചുകൊണ്ട് ഭക്താനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ശുഷ്കിപ്പിക്കുകയുള്ളൂ, ദുർബലമാക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിലൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ, ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ആത്മശോധന നടത്തണം. ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ, ദൈവം എനിക്ക് വേണ്ടി ഇടപെടണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ദൈവവുമായി രമ്യതപ്പെടേണ്ടതായിട്ടുണ്ടോ, തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. ജോഷുവയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യും. അപ്പം നാളെ നിൻ്റെ കുടുംബത്തിലും നിൻ്റെ ജീവിതത്തിലും പ്രവർത്തന മേഖലകളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ ഉണ്ടാകാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു മുന്നോടിയായി നീ ചെയ്യേണ്ടത് നിന്നെ തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ മാരകപാപമൊന്നും ആയിരിക്കില്ല, പക്ഷെ ചില ശീലങ്ങളുണ്ട്, ദൈവമക്കൾക്ക് ചേരാത്ത ശീലങ്ങൾ. നമ്മളതിനെ തിരിച്ചറിയുന്നില്ല. ദൈവം വെയിറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ പാപത്തിൻ്റെ മേഖലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ പാപം 2 തരത്തിലാണ്. ഒന്ന്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള കരുത്ത് അത് നശിപ്പിച്ച് കളയുന്നു. 2,
ദൈവം നമുക്ക് വേണ്ടി ഇടപെടേണ്ട സമയം വൈകിപ്പോകുന്നു, അനുതാപമില്ലാത്ത ഒരു ഹൃദയം കൊണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും മേഖലകളിൽ അനീതിപരമായി നമ്മൾ ജീവിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ ദൈവമക്കളുടെ സ്വഭാവത്തിന് നിരക്കാത്ത രീതിയിലൂടെ ജീവിച്ചുകൊണ്ടാണോ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടും. അതുപോലെ ഈ മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കണമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾക്ക് മാപ്പ് കൊടുക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ ആത്മീയ വളർച്ചയെ തടയുന്നതും ദൈവകൃപ സ്വീകരിക്കാൻ നമുക്കുള്ള യോഗ്യത ഇല്ലാതാക്കുന്നതും വെറുപ്പ് വെച്ചുകൊണ്ടുള്ള ജീവിതമാണ്. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ വെറുപ്പില്ലാത്ത ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന്. അത് നിങ്ങളുടെ എല്ലാ ദിവസത്തെയുള്ളൊരു പ്രാർത്ഥനാ വിഷയമാകണം. വെറുപ്പില്ലാത്ത ഒരു ഹൃദയം തരണമേ. നമുക്ക് ബലം പിടിച്ച് വെറുപ്പൊന്നും ഇല്ലാതാക്കാൻ പറ്റുകയില്ല. മറിച്ച് കർത്താവിൻ്റെ വലിയൊരു കൃപയാണ് വെറുപ്പില്ലാത്തൊരു ഹൃദയം. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാനും മറക്കാനും ഒക്കെ. നമ്മുടെ വിൽ പവർ കൊണ്ട്, തീരുമാനം കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട് ഒരാളെ ക്ഷമിക്കാനൊന്നും പറ്റുകയില്ല. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. രണ്ടാമതായി, മറ്റുള്ളവരോടുള്ള ആ നീരസം നീക്കാൻ വേണ്ടിയുള്ള എളുപ്പം. ദൈവമേ, ആ വ്യക്തിയെ സ്നേഹിക്കാൻ മാത്രം സ്നേഹം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടക്കേട് തോന്നി, ഇടപെടാനൊരു ഫ്രീഡമില്ല, അല്ലെങ്കിൽ വെറുപ്പ് മാറുന്നില്ല, ക്ഷമിക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എളുപ്പമുള്ള പണി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ ഈ മകനെ ഈ മകളെ സ്നേഹിക്കാൻ മാത്രം എനിക്ക് സ്നേഹം തരും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരാളെ സ്നേഹിക്കാൻ കഴിയാതെ വരുന്നത് അത്രയും സ്നേഹം നമുക്കില്ല. സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടാത്തത് കൊണ്ട് സ്വാഭാവിക മനുഷ്യൻ്റെ പ്രതികരണം, നമുക്ക് ഇഷ്ടക്കേട് തോന്നുന്നവരോട് നമ്മൾ ഇഷ്ടക്കേട് കാണിക്കുന്നു, അകൽച്ച കാണിക്കുന്നു. അപ്പോൾ ദൈവിക മനുഷ്യനായി നമ്മൾ മാറണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് സ്നേഹിക്കണം. സ്വാഭാവിക സ്നേഹപ്രകടനം പോരാ. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ, പരിശുദ്ധാത്മാവിലൂടെ അത് കിട്ടും. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയോട്, ജീവിത പങ്കാളിയോടോ സഹോദരങ്ങളോടോ സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും ആയിക്കോട്ടെ, അകൽച്ചകളുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പമായി മാർക്ക് ചെയ്താണ്, കർത്താവെ ആ വ്യക്തിയെ സ്നേഹിക്കാൻ മാത്രം സ്നേഹം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ മതി. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമവും കാണാത്ത അനുഭവം ഉണ്ടാകും. ഞാനിന്ന് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. ബലം പിടിച്ച് ക്ഷമിക്കാനൊന്നും പോകണ്ട. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആരോട് ക്ഷമിക്കുവാനായിട്ടുള്ള വലിയൊരു കൃപ കിട്ടും. അപ്പം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അനീതിയുടെ മേഖലകളിൽ നമ്മൾ ക്ഷമിക്കണം. അതുകൊണ്ടാണല്ലോ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 2 മുതൽ വചനങ്ങളിൽ പറയുന്നുണ്ട്, അയൽക്കാരനോട് വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ദൈവത്തിൽ നിന്ന് കരുണ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ആരോടെങ്കിലും ഈ രാത്രിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഒരത്ഭുതം നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരോടും വെറുപ്പില്ലാത്ത ഒരു ഹൃദയം നമ്മൾ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കണം. ഞാൻ കുറേ വർഷം മുമ്പ് ഷാലോം മാസികയിൽ വന്ന ഒരു ലേഖനമാണ്. സിന്ധു എന്ന ഒരു പെൺകുട്ടി എഴുതിയതാണ്. ഒത്തിരി വർഷം മുമ്പാണെങ്കിൽ ഇന്ന് എൻ്റെ മനസ്സിലത് നിലനിൽക്കുകയാണ്. ആ ലേഖനത്തിൽ അവൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, അവളുടെ വീട് ഒരു പട്ടണത്തിലാണ്. അവളുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ മറ്റൊരു കുടുംബം താമസിക്കുന്നുണ്ട്. ആ കുടുംബവുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ്, ഒരു കുടുംബം പോലെ കഴിയുന്നു. പക്ഷേ വീടിൻ്റെ പുറകിൽ താമസിക്കുന്ന വീട്ടുകാർക്ക് അങ്ങോട്ട് പോകാൻ റോഡൊന്നുമില്ല. ഇവരുടെ വീടിൻ്റെ മതിലിൻ്റെ സൈഡിലൂടെയുള്ള ചെറിയ ഇടവഴിയുള്ളൂ. പഴയ കാലം തൊട്ട് അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെ ഈ പുറകിലുള്ള വീട്ടുകാർ വീട് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ വീട് പണിയാൻ ആവശ്യമായ കല്ലും മണലും സിമെൻറ്റും ഒക്കെ ഇറക്കാൻ ഈ റോഡിൽ ഇറക്കിയിട്ട് പിന്നെ ചുമന്നുകൊണ്ട് പോകണം, അത് ഒത്തിരി ചിലവാണ്. അതുകൊണ്ട് ആ വീട്ടുകാർ വന്ന് ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ മതിൽ ഒന്ന് പൊളിച്ചു തരാമെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് പണിയാനുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് പുറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞ് വീട് പണി കഴിയുമ്പോൾ ഞങ്ങൾ ഈ മുറ്റത്തിൻ്റെ മതിൽ കെട്ടിത്തരാമെന്ന് പറയും. അപ്പോൾ ആ കുടുംബം സന്തോഷത്തോടു കൂടി ആ മതിൽ പൊളിക്കാൻ അനുവദിച്ചു. അങ്ങനെ മതിൽ പൊളിച്ച് അവരുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടും അവർ ഈ മതിൽ കെട്ടിക്കൊടുക്കുന്നില്ല. റോഡ് പോലെ ഇവരുടെ മുറ്റം ഉപയോഗിക്കുകയാണ്. വളരെ ഒരു ലോറിക്ക് പോകാൻ മാത്രമുള്ള വീതിയുള്ള മുറ്റമാണ്. ആ മുറ്റത്തിൻ്റെ മതിലാണ് പൊളിച്ചു കൊടുത്തത്. അപ്പോൾ അത് റോഡായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവരുടെ വീടിനൊരു സ്വകാര്യതയൊന്നുമില്ല. അപ്പോൾ ഇവർ വാക്ക് പാലിക്കുന്നില്ല. പക്ഷേ ഇവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഇവരെന്ത് ചെയ്തു, അവർ സ്വന്തം പൈസ മുടക്കി മതിൽ കെട്ടാൻ തുടങ്ങി.
കെട്ടാൻ തുടങ്ങിയപ്പോൾ ഇതാ പുറകിലെ വീട്ടുകാരിന്ന് പ്രശ്നം ഉണ്ടാകും, ഇത് ഞങ്ങളുടെ റോഡാണ്, മതിൽ കെട്ടാൻ പറ്റില്ല എന്ന്. ഓർക്കണേ, അവരിങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് താൽക്കാലികമായിട്ട് അവർക്ക് വേണ്ടി മതിൽ പൊളിച്ചു കൊടുത്തതാണ്. അവർ മതിൽ കെട്ടിത്തന്നില്ല എന്ന് മാത്രമല്ല, ഇവർ മതിൽ കെട്ടാൻ തുടങ്ങുമ്പോൾ അവർ വന്ന് തടസ്സം വെക്കുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റോഡാ, ഇത് അടച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവർ പ്രശ്നം ഉണ്ടാക്കും. ഇവർക്ക് ആകെപ്പാട് ഷോക്കായി. എന്തു ചെയ്യും? അവർ പ്രാർത്ഥിച്ചു, നമ്മൾ കേസിന് പോകുന്നത് ശരിയല്ല, കർത്താവ് ക്ഷമിക്കാനാണ് പറഞ്ഞ്. നമുക്ക് ഈ മുറ്റം റോഡായി കഴിഞ്ഞാൽ ഒരുപാട് അസൗകര്യമുണ്ട്, നമ്മുടെ സ്ഥലമാണിത്, നമുക്ക് അവകാശപ്പെട്ടതാണ്, എങ്കിലും അയൽവക്കംകാരോട് ഗുസ്തിക്ക് പോകേണ്ട, ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് ഇതിൽ. എന്നെങ്കിലും ഇവർക്ക് ആകെപ്പാടെ വിഷമമായി. 2 വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിറക്കയില്ലാതായി ഒരു കുടുംബം പോലെ ജീവിച്ച. അപ്പോൾ ഈ ലേഖിക, ഈ സിന്ധു എന്ന കുട്ടി കോളേജിൽ പഠിക്കുകയാണ്. അവൾ അവധിക്ക് വീട്ടിൽ വന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. അവൾക്ക് ആകെ വിഷമമായി. ഈ വിഷമമായത് ഈ മതിലല്ല, മറിച്ച് ഒരു കുടുംബം പോലെ കഴിഞ്ഞ 2 വീടുകൾ ഇതാ ശത്രുതയിൽ ജീവിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിറക്കൊന്നുമില്ല. അവൾ അവളുടെ ചേട്ടനെയും വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോടൊരു വിഷമവും ഇല്ല മതിൽ കെട്ടിത്തരാത്തതുകൊണ്ട്, ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുക. പക്ഷെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ പഴയതുപോലെ വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ വരണം, നമുക്ക് പഴയ പോലെ ജീവിക്കണം, നമുക്ക് കേസും വാശിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ കുട്ടി ആ കുടുംബനാഥനോട് അങ്ങോട്ട് പറയുകയാണ്. ഇത് കണ്ടപ്പോൾ അങ്ങേരുടെ ചങ്കിക്കൊണ്ട് അങ്ങേർക്ക് ആകെപ്പാട് നാണക്കേടായി. അദ്ദേഹം പെട്ടെന്ന് പാപബോധം ഉണ്ടായി. അദ്ദേഹം സോറി പറയും, ഞാൻ ആ തെറ്റ് ചെയ്തത്, ഞാൻ മതിൽ കെട്ടിത്തരാം എന്ന് പറഞ്ഞ് അവർ അടുത്ത ദിവസം തന്നെ മതിൽ കെട്ടിക്കൊടുക്കുകയും അവർ രമ്യതയിലാകുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ പ്രശ്നങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. വാശി പിടിച്ച് നേടുന്നതിനേക്കാൾ കൂടുതൽ നേടാൻ കഴിയും ക്ഷമിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഓർക്കുക, വാശി പിടിച്ച് നേടുന്നതിനേക്കാൾ കൂടുതൽ നേടാൻ കഴിയും ക്ഷമിച്ച് സ്നേഹിച്ചുകൊണ്ട്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനയാണ് പാലിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. വെറുതെ നമ്മൾ വഴക്കടിച്ചു പോകരുത്. നഷ്ടം വന്നോട്ടെ, കഷ്ടം വന്നോട്ടെ, ഈശോയുടെ വചനം അനുസരിക്കാൻ വേണ്ടി ഞാൻ അപമാനിതനാകാൻ തയ്യാറാകുക, ഞാൻ നഷ്ടപ്പെടാൻ മണ്ടനാകാൻ തയ്യാറാകുക. അങ്ങനെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലൊരു മണ്ടനവും മണ്ടിയാകുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും, ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമുക്ക് പലിശ സഹിതം മടക്കി തരുന്ന അനുഭവം ഉണ്ടാകും. കാരണം അവൻ്റെ വചനങ്ങൾ അനുസരിക്കുമ്പോൾ അവൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ യോഗ്യതയുള്ളവരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർമ്മിക്കുക, ക്ഷമിക്കുക, പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 1:7 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 1:7 മുതലുള്ള വചനങ്ങൾ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ പാപം എത്ര വലുതാണെങ്കിലും എത്ര പ്രാവശ്യം ചെയ്തെങ്കിലും ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ ദൈവം ക്ഷമിക്കും. ദൈവം ക്ഷമിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സങ്കീർത്തനം 32:4-6 വചനങ്ങൾ. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ ഉണ്ടായൊരു സംഭവം പറയാനാണ് ഞാൻ അതിനടുത്ത്. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. പാപം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവവുമായിട്ട് രമ്യതപ്പെടാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയാണ് നമ്മൾ വരണ്ടുണങ്ങിപ്പോകുന്നു, നമ്മുടെ ശക്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ നമ്മൾ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും. പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? പാപക്ഷമ ലഭിക്കുമ്പോൾ ഈ സങ്കീർത്തനം 32:7 മുതൽ വചനങ്ങളിൽ പറയുന്നുണ്ട്, ദൈവം പാപം ക്ഷമിച്ചു കഴിയുമ്പോൾ രണ്ടാമത് ദൈവം ചെയ്യുന്ന കാര്യം അവിടെ പറയുകയാണ്. ഒന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് നമ്മളെ രക്ഷിക്കുന്നു. അവിടുന്ന് എപ്പോഴും രക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്
അപ്പോൾ അവിടുന്ന് എനിക്ക് ക്ഷമ തന്നു കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു, രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. മാത്രമല്ല തുടർന്നുള്ള വചനങ്ങൾ പറയും, നീ നടക്കേണ്ടുന്ന വഴിയിൽ ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. അതായത് നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഐഡിയാസ് തരും, സാഹചര്യങ്ങൾ നൽകും, പ്രചോദനങ്ങൾ നൽകും, ഉപദേശങ്ങൾ നൽകും പരിശുദ്ധാത്മാവ്. എപ്പോൾ? പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോൾ, പാപം ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ, സ്വയം ന്യായീകരിച്ച് ജീവിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കപ്പെടുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ ആവശ്യമായ ഗൈഡൻസ് സ്വീകരിക്കാൻ നമുക്ക് പറ്റാതാകും. രക്ഷയ്ക്കുള്ള വഴി ദൈവത്തിനറിയാം, നിൻ്റെ വീടിൻ്റെ അനുഗ്രഹത്തിനുള്ള വഴി ദൈവത്തിനറിയാം. അതിനു മുമ്പ് അവനുമായിട്ടുള്ള ഈ കണക്ഷൻ നമ്മൾ ശരിയാക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരാനും രക്ഷ കൊണ്ട് നമ്മളെ പൊതിയാനും ഉള്ള ഒരു കണ്ടീഷനാണിത്. പാപത്തിൻ്റെ ക്ഷമ നമ്മൾ മേടിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം? മാതാപിതാക്കൾ അവരുടെ ജീവിതത്തെ കൂടുതൽ വിശദീകരിക്കണം. അപ്പോൾ എല്ലാ മേഖലകളിൽ ഈ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ദൈവം അനുഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കുന്നത് ഈ പാപക്ഷമയിലൂടെ, വിശുദ്ധീകരണത്തിലൂടെയാണ്. യേശുവിൻ്റെ രക്തത്തിലൂടെയുള്ള ആ ഒരു വിശുദ്ധീകരണം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണം. തമ്പുരാൻ്റെ അത്ഭുതകരമായ ഇടപെടലിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കണം. കർത്താവെ, നീ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് തടസ്സമായി, എൻ്റെ വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന തടസ്സമായി എന്നിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, ഞാൻ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ മാറ്റം വരുത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ നിന്റെ പരിശുദ്ധാത്മാവിലൂടെ എന്നെ സന്ദർശിക്കണമേ, എനിക്ക് ബോധ്യം നൽകണമേ, അനുതാപത്തിന്റെ കണ്ണുനീര് നൽകണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എല്ലാവരും രണ്ട് കരങ്ങളും ദൈവമേ, അനുതാപത്തിന്റെ വരം കൊടുക്കണമേ, അനുതാപത്തിന്റെ വരം കൊടുക്കണമേ. Hallelujah, 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 hallelujah. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ വിളിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ സൗഖ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ ഇടപെടലിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു, തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, കെട്ടുകൾ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ക്രമവർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ വിടരുതേ. എൻ്റെ കുടുംബത്തിന് നിൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അനുഗ്രഹിക്കപ്പെടുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഈ രാത്രിയിൽ എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. അനുതാപത്തിൻ്റെ വരം തരണമേ. എല്ലാ വാശിയും വെറുപ്പും ഞാൻ ഉപേക്ഷിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ പരിശുദ്ധ നാമത്തിൽ ദൈവമേ അവരെ സ്വീകരിക്കുന്ന കർത്താവേ. ദൈവമേ, എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരണമേ. ഞാൻ മൂലം വേദനിച്ച, ഞാൻ മൂലം മുറിവേറ്റ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഒരു രമ്യതയുടെ ആത്മാവിനെ എനിക്ക് നൽകണമേ. ആരോടും വെറുപ്പില്ലാത്തൊരു ഹൃദയം എനിക്ക് നൽകണമേ. പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങളോടുള്ള വെറുപ്പിൽ നിന്ന് നീക്കളയണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ. നീ ആഗ്രഹിക്കാത്തതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു കർത്താവേ. തെറ്റായ ബന്ധങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. തെറ്റായ ശീലങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. തെറ്റായ പെരുമാറ്റ രീതികൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ. എന്നെ കഴുകി വെടുപ്പാക്കണമേ കർത്താവേ. എനിക്ക് അങ്ങയുടെ ആത്മാവിനെ നൽകണമേ. എനിക്ക് അങ്ങയുടെ ശക്തി നൽകണമേ. അങ്ങയുടെ കൃപ നൽകണമേ. എന്നെ പുതുക്കി പണിയണമേ. എന്നെ വീണ്ടെടുക്കണമേ. എന്നെ അങ്ങയുടെ ആക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. നമുക്കിരിക്കാം. നമ്മളെ ഭയപ്പെടുത്തുന്നതും ആത്മശക്തി നശിപ്പിക്കുന്നതുമായ, കരുത്ത് നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു മേഖല പാപമാണ് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമതായി നമ്മളെ ഭയപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. അത് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, തൊഴിലില്ലായ്മയാകാം, രോഗങ്ങളായിരിക്കാം. ഇപ്പോൾ നമ്മൾ നേരിടേണ്ട പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ തളർത്തിക്കളയും. അപ്പോൾ ഇവിടെ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ബലപ്പെടുത്തണം. വിശ്വാസം ദുർബലമായി തീരുമ്പോഴാണ് ഭയം കടന്നു വന്ന് നമ്മൾ തളർന്നു പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം വളരെ വലുതാണ്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയില്ല, വിജയിക്കാനുള്ള സാധ്യതയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികളിൽ മനുഷ്യനായതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകും. പക്ഷെ ഇവിടെയും നമ്മൾ ഭയപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് നോക്കണം. ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിയണം. ദൈവവചനം എന്താണ് പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. എന്നാലും ദൈവത്തിൻ്റെ മകനും മകളും എന്ന നിലയിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളോട് എന്താണ് ഈ സാഹചര്യത്തിൽ പറയുന്നത്, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, യെശയ്യാ 41:10 എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഒന്നുകൂടെ വായിക്കാം. അത് യെശയ്യാ 41:10. എല്ലാവരും ഏറ്റിയില്ല. അത് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതിൽ വിശ്വസിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? നമ്മൾ അവൻ്റെ പക്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. പ്രാർത്ഥനയിലൂടെ തന്നെ അവൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കണം. ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന് ഇടപെടാൻ കഴിയും. അതെപ്പോഴും ഓർക്കണം. നമുക്ക് ചിലപ്പോൾ ചില അതിർവരമ്പുകളൊക്കെ ഉള്ളൂ. ഇത് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത്രയൊക്കെയായി, ഇനിയിപ്പോൾ പ്രതീക്ഷിക്കാനൊന്നുമില്ല, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഇത്രയും പ്രായമായി, അധ്വാനിക്കാനുള്ള ആരോഗ്യം പോയി, ഇനിയിപ്പോൾ പ്രതീക്ഷയൊന്നുമില്ല. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഈ കൊച്ചു ബുദ്ധിയിൽ വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് അനുഗ്രഹിക്കാൻ ഒരു സാഹചര്യവും തടസ്സമല്ല. പ്രായമായ മനുഷ്യനെയും ദൈവത്തിന് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് സാധിക്കും.
പ്രിയപ്പെട്ടവരെ, വാതിലുകൾ ഇല്ലാത്തിടത്ത് ദൈവം വാതിലുകൾ സൃഷ്ടിക്കും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് കർത്താവിൽ. നിങ്ങളുടെ തല കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതിന് പരിഹാരം കാണുകയില്ല. പക്ഷേ ദൈവത്തിന് നിഷ്പ്രയാസം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. ഒരു കൊച്ചച്ഛൻ പറഞ്ഞൊരു സംഭവം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കുടുംബത്തിൽ വലിയ ഒരു കടബാധ്യതയുണ്ടായി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. കൃഷിക്ക് വേണ്ടിയൊക്കെ എടുത്തത്. കൃഷി മുഴുവൻ നശിച്ചുപോയി. തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. വർഷങ്ങൾ കഴിഞ്ഞു. പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയി. വലിയൊരു തുകയായി. കേസായി. ഒന്നും അടയ്ക്കാൻ നിവർത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവസാനം അത് ജപ്തിയിലെത്തി. അങ്ങനെ അറിയിപ്പ് വന്നു, വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. ആകെയുള്ള വീട് ജപ്തി ചെയ്യാണ്. ആ കുടുംബം ആകെ വിഷമത്തിലായി. പോകാനൊരിടമില്ല. ഈ തുക അടയ്ക്കാൻ വഴിയില്ല. വഴി ആധാരമാകുകയാണ്. അങ്ങനെ ജപ്തി ചെയ്യാനായിട്ട് തഹസീൽദാരൊക്കെ വരുന്ന ദിവസം ഇവരെന്ത് ചെയ്തു? രാവിലെ അപ്പനും അമ്മയും മക്കളും കൂടി തിരുഹൃദയത്തിൻ്റെ രൂപത്തെ പിടിച്ചുകൊണ്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. കർത്താവേ, ഞങ്ങൾ എവിടെ പോകും? അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു അഭയമില്ല. ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്താ സംഭവിച്ചെന്നറിയാമോ? ജപ്തി ചെയ്യാൻ വണ്ടിയെ ജീപ്പേ കയറിയ തഹസീൽദാർക്ക് വയറിളക്കം പിടിച്ചു. പുള്ളിക്ക് പോരാൻ പറ്റിയില്ല. അങ്ങനെ അന്നത്തെ ജപ്തി ക്യാൻസൽ ചെയ്തു. പ്രിയപ്പെട്ടവർ, അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഇവർ വരുന്ന ദിവസം എത്തി. അന്നും ഇവരെന്ത് ചെയ്തു? ഈ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നെന്താ സംഭവിച്ചെന്നറിയാമോ? അവർ യാത്ര ചെയ്യുന്ന ജീപ്പ് ഒരു കലുങ്കിനിട്ട് ഇടിച്ച് ജീപ്പ് പ്രശ്നമായി യാത്ര മുടങ്ങി. അന്നും അവരെത്തിയില്ല. അടുത്ത ദിവസം അവർ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. കാർഷിക കടങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജപ്തിയിൽ നിന്ന് ആ കുടുംബത്തെ അവർ രക്ഷപ്പെടുത്തി. പ്രിയപ്പെട്ടവർ, ഏത് പ്രതിസന്ധിയിലും നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. നമ്മൾ പതറിപ്പോകരുത്. നമുക്കൊന്നും ചെയ്യാനില്ലാത്തപ്പോഴും ദൈവത്തിന് ചിലതൊക്കെ ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും. മുറുകെ പിടിക്കണം. വിശ്വാസത്തോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന അനുഭവങ്ങളുണ്ടാകും. ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ആളുകളെ ഭയപ്പെടുത്തുന്ന എന്താ? നാളെയെ ഓർത്തിട്ടുള്ള ഭയമാണ്. നാളെ എന്തു സംഭവിക്കുമെന്ന് ഓർത്ത ഒരുപാട് മനുഷ്യരും ഭയപ്പെട്ടു പോകുന്നു. അതാണ് അവരുടെ കരുത്ത് കളയുന്നത്. ധാരാളം പേര് ഈ ഒരു മധ്യവയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും വാർദ്ധക്യത്തെ ഭയപ്പെടും. ഞാൻ കിടപ്പിലായി പോകുമോ? കിടപ്പിലായി കഴിഞ്ഞാൽ മക്കൾ നോക്കുമോ? എനിക്ക് ആരെങ്കിലും ഉണ്ടാകുമോ? ജീവിത പങ്കാളി മരിച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള ചിന്ത കൊണ്ട് പലർക്കും അവരുടെ ഒരു ജീവിതം ആസ്വദിക്കാൻ പോലും പറ്റാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അപ്പോഴും കർത്താവിലേക്ക് നോക്കണം. മക്കൾ നോക്കിയില്ലെങ്കിലും കർത്താവ് നോക്കും. കർത്താവ് എനിക്ക് മതിയായവനാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. അനാവശ്യമായിട്ട് നമ്മൾ വാർദ്ധക്യം വരെ ജീവിച്ചിരിക്കുന്ന പോലും നമുക്ക് ഉറപ്പില്ല. എന്നിട്ടും നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് വേവലാതിപ്പെട്ട് സന്തോഷം കളയുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവർ നല്ല നിലയിൽ ജീവിക്കുക, പക്ഷേ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് പൊളിഞ്ഞു പോകുമെന്ന് ചുമ്മാ പേടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ജോലിയുള്ളവർ ജോലി നഷ്ടപ്പെടുമോ, ജോലിയിൽ നിന്ന് പിരിച്ചു വിടുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് അവരിങ്ങനെ വേവലാതിപ്പെടുക. അപ്പം നമ്മൾ ഭയപ്പെടുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഭയപ്പെട്ട വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ വെറുതെ ഭയപ്പെടുകയാണ്. അപ്പോൾ ഈ ഭയം നമ്മുടെ സന്തോഷം കളയുന്നു, നമ്മുടെ കരുത്ത് നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ ദൈവാനുഗ്രഹം നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാളെയെ ഓർത്തുള്ള അനാവശ്യമായ ഭയങ്ങളിൽ നിന്ന് നമ്മൾ വിമോചനം നേടണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വചനം നമുക്ക് സുപരിചിതമാണ്. എന്നെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അനാവശ്യമായ ആകുലത, അനാവശ്യമായ ഉത്കണ്ഠകൾ ദൈവമക്കളുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തിക്കളയുന്നു, ശക്തി ചോർത്തിക്കളയുന്നു. അത് ദൈവികമല്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല.
അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതല്ല. അത് ദൈവമക്കളുടെ സ്വഭാവത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ? ഞാൻ ആകുലപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ആവശ്യമില്ലാത്ത ആകുലതകൾ, ഒരുപാട് ആകുലതകൾ നമ്മുടെ ശക്തിയും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തി കളയാണ്. ഇനി എൻ്റെ വരുമാന മാർഗ്ഗം അടഞ്ഞുപോയി എന്തു ചെയ്യും? എൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ എന്തു ചെയ്യും? അന്നേരം ദൈവം ഒരു വഴി കാണിച്ചു തരും. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ അടുത്തത് തരാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്താണ് ദൈവമക്കളുടെ സ്വഭാവം അങ്ങനെയായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ നിയമത്തിലെ ഏലിയാ പ്രവാചകൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്രായേലിൽ കഠിനമായിട്ടുള്ള ക്ഷാമം നടക്കുകയാണ്. കഠിനമായ വരൾച്ചയിൽ വെള്ളമെല്ലാം വറ്റി, ചെടികളും പുല്ലുകളെല്ലാം ഉണങ്ങി, കന്നുകാലികളും മനുഷ്യരും ചത്തൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരൾച്ചയുടെ കാലഘട്ടത്തിൽ കർത്താവ് തൻ്റെ പ്രവാചകനെ വിസ്മരിച്ചില്ല, കരുതി. കർത്താവ് അവന് ജീവിക്കാൻ വേണ്ടി ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. എവിടെയാണെന്നറിയാമോ? എല്ലായിടത്തും വെള്ളം പറ്റി, ഒരിടത്തും കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ കെരീത്ത് തോടിൻ്റെ സമീപത്ത് പോയി താമസിക്കുക. അവിടെ ഒരു ചെറിയ ഉറവയുണ്ട്, വെള്ളം പറ്റാത്ത ഒരു സ്ഥലമുണ്ട്. കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കെരീത്ത് തോടിൻ്റെ അടുത്ത് ഏലിയാ പ്രവാചകൻ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉറവയിൽ നിന്ന് വെള്ളം കുടിക്കാം. മാത്രമല്ല, എല്ലാ പ്രഭാതത്തിലും ദൈവം ഒരു കാക്കയെ ഈ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചു. എല്ലാ ദിവസവും ഒരു കാക്ക തൻ്റെ ചുണ്ടിൽ ഒരു അപ്പവുമായിട്ട് എവിടെ നിന്നോ വരും. അപ്പോൾ കാക്ക കൊണ്ടുവരുന്ന അപ്പവും തിന്ന് കെരീത്ത് തോട്ടിലെ ഉറവിയിൽ നിന്ന് വെള്ളം കുടിച്ച് പ്രൈസ്തലോടും പറഞ്ഞ് സന്തോഷമായിട്ട് പ്രവാചകൻ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കെരീത്ത് തോടി ചെന്ന് കഴിഞ്ഞപ്പോൾ ദാ ഉറവ പറ്റിയിരിക്കുന്നു, കുടിക്കാൻ വെള്ളമില്ല. ജീവിതം ഒരു പ്രതിസന്ധിയിലായി. അപ്പോൾ ഇനി എന്തു ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അന്ന് കാക്ക വരുന്നതും കണ്ടില്ല. എല്ലാ ദിവസവും കാക്ക അപ്പവുമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അന്ന് കാക്കയും വന്നില്ല. ഇനി എന്തു ചെയ്യും? ഉറവ പറ്റി, കുടിക്കാൻ വെള്ളമില്ല. കാക്കയുടെ വരവ് നിലച്ചു, ദാ അപ്പവുമില്ല. ഓർക്കണം, ദൈവമാണ് ഈ ഏർപ്പാടൊക്കെ ശരിയാക്കി കൊടുത്തത്. നമ്മൾ വിചാരിക്കും ദൈവം പറഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ദൈവമല്ലേ അവിടെ കൊണ്ടുപോയത്, പിന്നെ അവിടെ കുഴപ്പമുണ്ടാകുമോ? നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ഇവിടേക്ക് വരാൻ പറഞ്ഞ കർത്താവിലേക്ക് അവൻ നോക്കിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം അവനോട് പറഞ്ഞു, നീ ഇവിടെ ഇത്രയും കാലം മതി. ഇനി നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ സറപ്തായ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്, നീ സറപ്തായിലേക്ക് പോയിക്കോ. അങ്ങനെ ഏലിയാ പ്രവാചകൻ സറപ്തായിലെത്തിയ വിധവയുടെ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ തൻ്റെ ജീവൻ ഈ ക്ഷാമകാലത്തിൽ നടത്തുകയാണ്. അപ്പോൾ ഓർക്കണം, ഈ കെരീത്ത് തോട്ടിലെ ഉറവ പറ്റിയാലും ദൈവത്തിൻ്റെ കരുതൽ ഒരിക്കലും പറ്റുന്നില്ല. കാക്കയുടെ വരവ് നിലച്ചാലും ദൈവത്തിൻ്റെ പരിപാലനം ഒരിക്കലും നിലയ്ക്കുന്നില്ല. അതുപോലെ നിനക്ക് ഇന്ന് വരെയും വരുമാനം തന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സോ ജോലിയോ നഷ്ടപ്പെട്ടാലും, നിന്റെ ദൈവം നിനക്ക് നഷ്ടപ്പെടാതിരുന്നാൽ, നിന്റെ ദൈവത്തിന് നിനക്ക് അതിനേക്കാൾ നല്ലത് തരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം നിനക്കുണ്ടാകണം. ഒരുപക്ഷെ ഇത്രയും കാലം നിന്നെ പോറ്റിക്കൊണ്ടിരുന്നവർ ഇല്ലാതായി. നിനക്ക് ഇതുവരെ അനുഭവിച്ചിരുന്ന പരിപാലനം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് പിൻവലിച്ചു. പെട്ടെന്ന് വഴിയാധാരമായി എന്ന് തോന്നും. ഇല്ല, ദൈവമുള്ളവൻ ഒരിക്കലും വഴിയാധാരമാകുകയില്ല. ദൈവത്തിലേക്ക് നമ്മൾ നോക്കാൻ പഠിക്കണം. ജീവിതത്തിൽ എന്തും സംഭവിച്ചുകൊള്ളട്ടെ, ആരും നഷ്ടപ്പെട്ടുകൊള്ളട്ടെ, എല്ലാം കൈമോശം വന്നു പോയിക്കൊള്ളട്ടെ, നിന്റെ ദൈവത്തെ കൈമോശം വരാതെ നീ കാത്തു സൂക്ഷിച്ചാൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നിനക്ക് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള വഴി നിന്റെ ദൈവം കാണിച്ചു തരുമെന്ന് ഏലിയാ പ്രവാചകന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടുവെങ്കിൽ, അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെങ്കിൽ, കൃപ നഷ്ടപ്പെട്ടെങ്കിൽ അതിലേക്ക് നോക്കി 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 ദുഃഖിച്ച് ആയുസ് കളയരുത്. കർത്താവ് വലിയവനാണ്. കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ സർവശക്തനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരാൻ പറ്റും. അതുകൊണ്ട് വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവരും വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോകുന്നവരും
അതോർത്ത് ദുഃഖിച്ചു തളരാതെ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. ദൈവമാണ് നിനക്കൊരു ജീവിതം തന്നെങ്കിൽ നിനക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ദൈവം എവിടെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. പക്ഷെ നിൻ്റെ ഉള്ളിൽ ചില മുൻവിധി ഉണ്ടാകും. എനിക്ക് ഇങ്ങനെയുള്ള ജോലി കിട്ടണം, എനിക്ക് ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യണം. അങ്ങനെയുള്ള മുൻവിധികളുമായിട്ടിരിക്കുമ്പോൾ ദൈവം നിനക്ക് തരുന്ന സ്റ്റെപ്പുകൾ കാണാൻ നിനക്ക് പരാജയപ്പെട്ടു പോകും. മറിച്ച് അവൻ ചിലപ്പോൾ കാണിച്ചു തരുന്ന ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഹമ്പിളായിട്ടായിരിക്കും, ചെറിയൊരു കാര്യമായിരിക്കാം. നീ അവിടേക്ക് കാല് ചവിട്ടുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് ദൈവം വെളിപ്പെടുത്തി തരികയുള്ളൂ. മുൻവിധികളില്ലാതെ കർത്താവ് പറയുന്നത് അനുസരിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ നിനക്കൊരു മാർഗമുണ്ടാകും. കാരണം ഈ ജീവിതം ദൈവം തന്നതാണ്. ഈ ജീവിതത്തെ പുലർത്താനുള്ള മാർഗവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തണം, അത് വെളിപ്പെടണം. അതിനുവേണ്ടി അവൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നടന്നു നിന്നിരിക്കില്ല, നമ്മുടെ വഴികൾ ശരിയായി നിന്നിരിക്കില്ല. പക്ഷേ അവൻ നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്, അവൻ നമുക്ക് വേണ്ടി ഒരു മാർഗം ആലോചിച്ചിട്ടുണ്ട്, അവന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിലേക്ക് നിൻ്റെ മനസ്സിനെ ചേർക്കാത്തത് കൊണ്ടാണ് നീ ഇപ്പോൾ ഈ വഴിമുട്ടൽ അനുഭവിക്കുന്നത്. നീ നിൻ്റേതായ പ്ലാനിലൂടെ ജീവിതം മെച്ചപ്പെടുത്താനും ഉയരാനും ശ്രമിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നീ നിൻ്റെ മനസ്സിന് ചിന്തകളെ മാറ്റിക്കഴിഞ്ഞാൽ ദൈവം നിനക്ക് വാതിൽ തുറന്നു കിട്ടും. ഇപ്പോൾ ദൈവം തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ നിനക്ക് കാണാൻ പോലും പറ്റാത്തത് നിൻ്റെ മനസ്സ് മുൻവിധികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും ആരെയും ഉപേക്ഷിക്കുന്നില്ല. ദൈവം ഒരിക്കലും ആരെയും തള്ളിക്കളയുന്നില്ല. അവൻ്റെ കരുതലും പരിപാലനയും അവസാനിക്കുന്നില്ല. അവനിലേക്ക് നോക്കിയാൽ ഏലിയാ പ്രവാചകനെ അടുത്ത സ്റ്റെപ്പിലേക്ക്, ആ വിധവയുടെ വീട്ടിലേക്ക് നയിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം കർത്താവ് എത്തേണ്ടടുത്തേക്ക് എത്തിക്കുമുള്ളത് തീർച്ചയാണ്. നമുക്ക് 1 പത്രോസ് 5:7 കേട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ബലപ്പെടുത്താം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും നമ്മൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് നടക്കണം. അപ്പോൾ അങ്ങനെ ഭയത്തിൽ നിന്ന് വിടുതൽ നേടുമ്പോൾ ജീവിതം കരുത്തുറ്റതായിട്ട് തീരുകയും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ പ്രാപ്തിയുള്ളവരായിട്ട് തീരും. ഇവിടെ നമ്മൾ കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാകും. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. എൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അധ്വാനിക്കുന്നു. പക്ഷെ ദൈവം അവിടം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നില്ല. കർത്താവ് എന്താ പറയുന്നത്? നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിർത്തുകയല്ല, മറിച്ച് നിന്നെ രക്ഷിച്ച് ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. അനുഗ്രഹമാക്കുന്ന ആർക്ക്? മറ്റുള്ളവർക്ക് നീ ഒരു അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായ പദ്ധതി എന്ന് പറയുന്നത് രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല. എന്നെയും നിങ്ങളെയും ഏതെങ്കിലും മേഖലകളിൽ ദൈവം രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. നീ ആ മേഖലകളിൽ ഒരു അനുഗ്രഹമായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹമായിട്ട് തീരാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന്, എനിക്ക് ദൈവം ഒരു ജോലി തരുന്നു, ഒരു സർക്കാർ ജോലി തരുന്നു. ഞാൻ വിചാരിക്കും ഞാൻ ടെസ്റ്റ് എഴുതി PSC പാസ്സായി, ഞാൻ പഠിച്ചു, എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ല, സമൂഹത്തിന് നന്മ ചെയ്യാൻ കൂടിയാണ് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പദവിയിലിരിക്കുമ്പോൾ എന്തുമാത്രം മനുഷ്യർക്ക് നീ അനുഗ്രഹമായി തീരാൻ സാധിക്കുന്നു. അവിടെയാണ് ദൈവസന്നിധിയിൽ നിനക്ക് വാല്യൂ ഉണ്ടാക്കുന്നത്. നിൻ്റെ ജോലി കൊണ്ട് നിനക്ക് എന്തുമാത്രം മനുഷ്യർക്ക് അനുഗ്രഹമായിട്ട് മാറാൻ സാധിക്കുന്നു, അതാണ് നിൻ്റെ വാല്യൂ. സുഭാഷിതം 3:27 നമുക്ക് വായിക്കുക. സുഭാഷിതം 3:27 പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അപ്പോൾ നമുക്ക് ദൈവം സാമ്പത്തികമായ മേഖലയിൽ അഭിവൃദ്ധി തന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനും നമ്മുടെ പിള്ളേർക്ക് മാത്രമായിട്ട്, മറിച്ച് നിന്നെ ദൈവം സാമ്പത്തികമായി ഐശ്വര്യപ്പെടുത്തുമ്പോൾ ആ മേഖല വഴി നീ ഒരു അനുഗ്രഹമായി തീരണം സഭയ്ക്കും സമൂഹത്തിനും മറ്റുള്ളവർക്കും എല്ലാം. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അത് ക്രിസ്തീയ ജീവിതമല്ല. അവൾ ഏതെങ്കിലും മേഖലകളിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അത് മറ്റുള്ളവർക്ക് നമ്മൾ ഒരു അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു ഉൽപ്പത്തി 12, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആദ്യം പറയുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്താക്കും, നിന്നെ വലിയ ആളൊക്കെ ആക്കും. എന്നിട്ട് അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ അബ്രാഹത്തോട് പറയുകയാണ്, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമായി തീരും. ഉൽപ്പത്തി 12 വീണ്ടും പറയുന്നുണ്ട്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു സത്യം ഇവിടെയുണ്ട്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുമ്പോൾ ആ വ്യക്തിയുടെ വരും തലമുറകൾ പോലും അനുഗ്രഹിക്കപ്പെടുകയാണ്. അവർ ചുമ്മാ അനുഗ്രഹിക്കപ്പെടുകയല്ല, അവർ അനുഗ്രഹമാകും. നിൻ്റെ മക്കൾ സമൂഹത്തിന് ഭാരമായിട്ട് മാറില്ല. നിൻ്റെ മക്കൾ വിവാഹം ചെയ്തൊരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ ആ കുടുംബത്തിൻ്റെ അനുഗ്രഹമാകും. നിൻ്റെ മക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർ ശല്യക്കാരനോ ശല്യക്കാരിയോ ആവുകയില്ല, അവർ അനുഗ്രഹമായിട്ട് തീരും. അതുപോലെ എല്ലാ മേഖലകളിലും സഭയ്ക്ക്, ലോകത്തിന് അനുഗ്രഹമായി തീരും. വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, അവർ അനുഗ്രഹമായിട്ട് മാറും. അത് വല്യപ്പന് കൊടുക്കുന്ന വാക്ക്. എന്തുകൊണ്ടാണ്? വല്യപ്പൻ ദൈവം പറഞ്ഞതനുസരിച്ചു. അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളിലൊക്കെ അയച്ചു പഠിപ്പിക്കുന്നു. അവർക്ക് നല്ല ജോലി, വിവാഹം, ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ സമ്പാദിച്ചു കൊടുക്കണം. അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീരണം. അതിനുവേണ്ടി അല്ലാതെ നമ്മൾ പാപത്തിൽ ജീവിച്ച്, ദൈവകൽപ്പനകൾ ലംഘിച്ച്, ദൈവഹിതം നിറവേറ്റാതെ ജീവിച്ച് നമ്മൾ പണമുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും അവർ അനുഗ്രഹമായിട്ട് മാറണമെന്നില്ല. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം സമ്പാദിച്ചു കൊടുക്കണം. അനുഗ്രഹം എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? അനുസരിച്ചുകൊണ്ടാണ്. ദൈവഹിതം നിറവേറ്റിക്കൊണ്ട്, ദൈവത്തിൻ്റെ വിളിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട്, ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെപ്രതി നമ്മുടെ വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ചില മുൻ തലമുറകളുടെ ജീവിതം വഴി കിട്ടിയ ദൈവകൃപ കൊണ്ടാണ്, കഴിവുകൊണ്ടല്ല. ചില കുടുംബങ്ങൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നതും ചില മുൻ തലമുറകളിൽ വന്നിരിക്കുന്ന കൃപയുടെ നഷ്ടപ്പെടൽ കൊണ്ടാണ്. അതൊക്കെ നമുക്ക് പല കുടുംബങ്ങളുടെയും ചരിത്രങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, പണത്തെക്കാളും മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടത് ദൈവാനുഗ്രഹമാണ്. ആ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മുടെ പിൻതലമുറകൾക്ക് നമ്മളൊരു ഭാരമായിട്ട് തീരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. കുടുംബജീവിതത്തിലേക്ക് വിളിച്ചവർ വരും തലമുറകൾക്ക് വേണ്ടി ജീവിക്കുന്നത് സമ്പാദിച്ചുകൊണ്ടല്ല, പുണ്യങ്ങൾ സമ്പാദിച്ചുകൊണ്ടാണ്, വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടാണ്, കൃപയോട് സഹകരിച്ചുകൊണ്ടാണ്. അങ്ങനെ വരും തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടി ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥ നമുക്കറിയാം. ജോസഫിനെ സഹോദരങ്ങൾ അടിമക്കച്ചവടക്കാർക്ക് വിറ്റു. ഉൽപ്പത്തി 39:5. അങ്ങനെ കാവൽപ്പട സേനാനായകനായിരുന്ന പൊത്തിപ്പേറിൻ്റെ വീട്ടിലെ ഒരു അടിമയായിട്ട് ജീവിക്കുകയാണ് ജോസഫ്. ഓർക്കണം, ഒരു അടിമയ്ക്ക് അഡ്രസ്സ് പോലും ഇല്ല. അവനൊന്നുമില്ലാത്തവൻ, ആരുമില്ലാത്തവനാണ്. എന്നാൽ അവൻ വഴി പൊത്തിപ്പേറിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഉൽപ്പത്തി 39:5. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽ നോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ പൊത്തിപ്പേർ തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജോസഫിനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പൊത്തിപ്പേറിൻ്റെ വീട്ടിലൊരു മാറ്റം, ഒരു ഐശ്വര്യം. ജോസഫിനെ പ്രതി ദൈവം പൊത്തിപ്പേറിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഈ അടിമച്ചെറുക്കൻ പൊത്തിപ്പേറിൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറി. അപ്പോൾ കാരണം എന്താണ്? ജോസഫ് ദൈവത്തോട് വിശ്വസ്ത പുലർത്തി ജീവിച്ചു.
അതുകൊണ്ട് അവൻ ജോലി ചെയ്യുന്ന വീട് പോലും അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് മതി. നമ്മുടെ രാജ്യത്തിന് നമ്മളൊരു അനുഗ്രഹമായി തീരും, സഭയ്ക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരും, ദേശത്തിനൊരു അനുഗ്രഹമായി തീരുന്നതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് നമ്മൾ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുമ്പോൾ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ, നമ്മളെ പ്രതി നമ്മൾ ജീവിക്കുന്ന ദേശത്തെ ദൈവം അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദേശം അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. എല്ലാവരും നന്നായി നിന്നിരിക്കില്ല, എല്ലാവരും ദൈവത്തെ അറിഞ്ഞവരല്ല. ദൈവത്തെ അറിഞ്ഞവർ, ദൈവമക്കൾ ദൈവത്തോട് ചേർന്ന് ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ അവരെ പ്രതി അവർ ജീവിക്കുന്ന ദേശത്തെ ഉന്നതനായ കർത്താവ് അനുഗ്രഹിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ദേശങ്ങളൊക്കെ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. ദൈവത്തെ അറിഞ്ഞ മനുഷ്യർ ശരിയായ രീതിയിൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് ദൈവകൃപ നഷ്ടപ്പെട്ടു പോവുക. അപ്പം നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ട ദൈവകൃപ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വിപ്ലവം നടത്തിയിട്ട് കാര്യമില്ല, വിമർശിച്ചിട്ട് കാര്യമില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് നമ്മൾ കർത്താവിന് പ്രീതികരമായിട്ട് ജീവിക്കണം. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ പ്രതി ദൈവം നമ്മുടെ നാടിനെ അനുഗ്രഹിക്കും. നാടിൻ്റെ സാഹചര്യങ്ങളിൽ വ്യത്യാസം വരും, നിയമങ്ങളിൽ വ്യത്യാസം വരുത്തും, എല്ലായിടത്തും ദൈവം ഇടപെടാൻ തുടങ്ങുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ നാട്ടിൽ എൻ്റെ ദൈവം ഇടപെടണം, എൻ്റെ നാട്ടിൽ മാറ്റമുണ്ടാകണം. എന്നെ പ്രതി, എൻ്റെ കുഞ്ഞുങ്ങളെ പ്രതി, വരും തലമുറകളെ പ്രതി ഈ ദേശത്തെ എൻ്റെ ദൈവം അനുഗ്രഹിക്കണം. അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പോൾ ഒരു അടിമ ചെറുക്കനെ പ്രതിയാണ് ഈജിപ്റ്റ് രാജ്യം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. പിൽക്കാലത്ത് അവന് വേറെ സിദ്ധികളൊന്നും ഇല്ലായിരുന്നു. അവൻ ആകെയുള്ളത് ദൈവത്തിൻ്റെ ആ വചനത്തോടുള്ള വിശ്വസ്തത, ദൈവത്തോട് ചേർന്ന് ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ളവർ യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് വരികയും വിശുദ്ധിയിൽ വളരുകയും ദൈവസ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ തിന്മയുടെ ആധിപത്യങ്ങൾ ദേശത്ത് നിന്നില്ലാതാകും. നമുക്ക് വേണ്ടി തിന്മകളെ ദൈവം ശാസിച്ചകറ്റും. നമ്മളെയും നമ്മുടെ രാജ്യത്തെയും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു ചുമതലയുണ്ട്. രാജ്യം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സഭ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയാൻ എളുപ്പമാണ്, അധികാരികളെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ജീവിതം ദൈവഹിതമനുസരിച്ചാണോ എന്ന് ചിന്തിക്കണം. നമ്മൾ തീരുമാനമെടുക്കണം. ഞാൻ ഒരു അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ ഒരു അനുഗ്രഹമാകാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. എൻ്റെ ജീവിതം വഴി എൻ്റെ ചുറ്റുപാടുകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മൂല്യമുണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് രാത്രിയിൽ പറയുകയാണ്, ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ കരുത്താർജിക്കുവിൻ, നിങ്ങൾ ഒതുങ്ങിക്കൂടണ്ട, നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളുടെ ദൈവം കൂടെയുണ്ട്. അപ്പോൾ നമ്മളെ രക്ഷിച്ച് അനുഗ്രഹമാക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്. നമ്മളെ രക്ഷിച്ച രക്ഷകനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരു അനുഗ്രഹമായി തീരുന്നത്. ഹല്ലേലൂയ. ഉദാഹരണത്തിന് നമുക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടെന്ന് വിചാരിക്കാം. പല സ്ഥലത്തുമൊക്കെ ചികിത്സിച്ചിട്ട് മാറിയില്ല. അവസാനം ഒരു നല്ല ഡോക്ടറുണ്ടെന്ന് ആരോ പറഞ്ഞറിഞ്ഞ് നമ്മൾ ആ ഡോക്ടറുടെ അടുത്ത് പോയി. ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മുടെ രോഗം മാറി. നമുക്ക് വലിയ സന്തോഷമായി, പ്രൈസ്തലോട് പറഞ്ഞു. പക്ഷെ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഇതാ നമ്മളെപ്പോലെയുള്ള രോഗം പിടിച്ച പലരെയും ഇവിടെ കാണും. ആ സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുകയാണെന്ന് വെച്ചോ. നല്ലൊരു ഡോക്ടറുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവരെ കാണുമ്പോഴും നമ്മൾ ഓടിച്ചെന്ന് പറയും, ഇതാ നല്ലൊരു ഡോക്ടർ, എനിക്ക് നിങ്ങളെപ്പോലെ രോഗം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ രോഗം പൂർണ്ണമായിട്ടും മാറി. ഇവിടെ നല്ലൊരു ഡോക്ടറുണ്ട്, നിങ്ങൾ പോയി ചെന്ന് കണ്ടാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ്, അല്ലേ? അങ്ങനെ പറയുന്നില്ലെങ്കിലോ ഈ ഡോക്ടറുടെ കാര്യം ഒളിച്ചു വെച്ചിട്ട് ഞാൻ മാത്രം സുഖപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ജീവിച്ചാൽ അതെന്തൊരു സങ്കുചിതത്വമാണ്, എത്രയോ ശുഷ്കമായ ജീവിതമായിരിക്കും. അപ്പോൾ കർത്താവ് എൻ്റെ ഭാരങ്ങൾ എടുത്ത് നിൽക്കുന്നു, കർത്താവ് എനിക്ക് ആശ്വാസം നൽകുന്നു, കർത്താവ് എനിക്ക് പ്രത്യാശ നൽകുന്നു, കർത്താവ് എനിക്ക് ബലം നൽകുന്നു, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നു. ഞാൻ അങ്ങനെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. എനിക്ക് വിഷമം വരുമ്പോൾ ഓടിയെത്താൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയുണ്ട്. പക്ഷേ ഈ കർത്താവിനറിയാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. ചിന്തിച്ചു നോക്കുക. അവർക്ക് അങ്ങനെ വിളിക്കാനായിട്ടുള്ള ഒരാളില്ല. നിലവിളി കേൾക്കുന്ന, വാരിപ്പുണരുന്ന, സ്നേഹിക്കുന്ന, ഒരിക്കലും കൈവിടാത്ത, ഒരു ദൈവത്തെക്കുറിച്ച് അറിയാത്ത അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്.
അവർക്ക് ഈ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുന്നില്ലെങ്കിൽ ആര് പരിചയപ്പെടുത്തും? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഈ സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രസക്തി. അപ്പം ഞാനും നിങ്ങളും അടിസ്ഥാനപരമായിട്ട് അനുഗ്രഹമായി മാറേണ്ട ഒരു മേഖല നമ്മളെ രക്ഷിച്ച് അനുഗ്രഹിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒരു മാസിക വിതരണമായിരിക്കാം, ഒരു പുസ്തകം കൊടുക്കലായിരിക്കാം, വിഷമിച്ചിരിക്കുന്ന ഒരാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ ഒരു ധ്യാനത്തിന് വിടുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഒരു കുടുംബത്തെ ധ്യാനത്തിന് പറഞ്ഞു വിടുമ്പോൾ നിങ്ങളൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മൾ വഴി രക്ഷപ്പെടണം. നമ്മളിങ്ങനെ ജീവിച്ചാൽ പോരാ. ജീവിതത്തിന് ആനന്ദവും ശക്തിയും ആവേശമൊക്കെ ഉണ്ടാകണമെങ്കിൽ, കൂടുതൽ ദൈവകൃപ കൊണ്ട് ഞാനും നിങ്ങൾ നിറയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങണം. ഈശോയെക്കുറിച്ച് പറയണം. ഇപ്പം ഇങ്ങനെയുള്ള ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ വരാതെ സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറിയാം. ആരെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ പ്രേരിപ്പിച്ചില്ലെങ്കിൽ പലരും വരില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹിക്കും. നമ്മളൊരു അനുഗ്രഹമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിന് ദൈവത്തിന് മുമ്പിലുള്ള മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ആ ബോധ്യത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഓർക്കാം, ആദ്യം നമ്മൾ തീരുമാനമെടുക്കുക, ദൈവം എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ട് തീരാനാണ്. ഇന്ന് തീരുമാനമെടുക്കണം. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ചുറ്റുപാടുകളിൽ, ഇടവകയിൽ ഞാനൊരു അനുഗ്രഹമായി മാറണം. എനിക്ക് പറ്റുന്ന പോലെ ആ ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. സ്വാർത്ഥതയെ തകർത്തിട്ട് എനിക്ക് വേണ്ടിയുള്ള ജീവിതം മാറ്റിവെച്ചിട്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാനൊരു അനുഗ്രഹമായി മാറും. എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുള്ള ആ തീരുമാനം നമുക്കെടുക്കാം. അതെടുത്തുകൊണ്ട് നമുക്കിന്ന് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ രക്ഷിക്കും. ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ആവശ്യമുള്ള മേഖലകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. നിങ്ങളുടെ ജീവിതം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് കൊടുക്കാം. നിങ്ങളുടെ വേദനകളെല്ലാം ഒരിക്കൽ കൂടി കൊടുക്കാം. കർത്താവ് ഗ്യാരണ്ടി പറയുന്നു, ഞാൻ നിന്നെ രക്ഷിക്കും, നിന്നെ കൈവിടുകയില്ല. നിൻ്റെ രോഗങ്ങളിൽ നിന്ന്, നിൻ്റെ കടബാധ്യതയിൽ നിന്ന്, നിന്റെ ബന്ധങ്ങളുടെ തകർച്ചയിൽ നിന്ന്, നിന്റെ ശൂന്യതയിൽ നിന്ന്, നിന്റെ തഴക്ക ദോഷങ്ങളിൽ നിന്ന്, നിന്റെ മദ്യപാന ആസക്തിയിൽ നിന്ന്, നിന്റെ എല്ലാ തെറ്റുകളിൽ നിന്നും നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. അവൻ്റെ കരങ്ങൾ കുറുകെ പോയിട്ടില്ല. നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ദൈവത്തിൻ്റെ കരം കുറുകെ പോയിട്ടില്ല. നിന്നെ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ നിന്നിൽ നകന്നു പോയിട്ടില്ല. നിന്റെ മുറിവുണക്കാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. നിന്റെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ എടുത്തു നിൽക്കാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. നിന്റെ നിസ്സഹായതയിൽ സഹായമായി നിന്റെ ദൈവം കടന്നു വരും. നിന്നെ ശക്തിപ്പെടുത്തും. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. നമുക്ക് രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ആരാധിക്കുന്നു യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 ശക്തി പ്രകടമാകട്ടെ. അത്യുന്നതന് ശക്തി പ്രകടമാകട്ടെ. അത്യുന്നതന് ശക്തി പ്രകടമാകട്ടെ. ശക്തി പ്രകടമാകട്ടെ. അനുഗ്രഹിക്കണമേ യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, 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 ആരാധന, 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 യേശുവേ, 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 യേശുവേ,
ആരാധന 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 ആരാധന. ചെങ്കടൽ തീരമതിൽ നിന്ദാസർ കേണത് ചങ്കിനു നേരെ വരും വൻഭാരം മാറിപ്പോകും. ചെങ്കടൽ തീരമതിൽ നിന്ദാസർ കേളതുപോ ചങ്കിനു നേരെ വരും വൻഭാരം മാറിപ്പോകും. നിൻ മനമിളകാതെ നിൻ മനം പതരാതെ നിന്നോട് കൂടെ എന്നും യേശുവുണ്ടന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും യേശുവുണ്ടന്ത്യം വരെ. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വേദനകളും ഞങ്ങളെല്ലാ രോഗങ്ങളും തിരുമുമ്പിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് ഞങ്ങളോടൊന്നിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സകലരുടെയും നിയോഗങ്ങൾ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ സകലരെയും ഈ രാത്രിയിൽ
നിന്റെ മുറിവേറ്റ കരങ്ങളാൽ സ്പർശിക്കണമേ കർത്താവേ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടുകളിൽ കർത്താവേ തളർന്നു കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങൾ ഇപ്പോൾ തന്നെ നീട്ടട്ടെ. അവരെവിടെയാണെങ്കിലും അവിടേക്ക് ഇന്ന് കടന്നു ചെല്ലട്ടെ. നിന്റെ ശക്തിയുള്ള സ്പർശനം ഇപ്പോൾ അവരെ അനുഭവിക്കട്ടെ. അവരുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകട്ടെ. ശാരീരിക വേദനകൾ വിട്ടുപോകട്ടെ. കർത്താവേ ചർമ്മ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ സ്കിൻ ഡിസീസുകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥികളുടെ വേദനകൾ വിട്ടുപോകട്ടെ. മുറിവുകൾ സുഖം പ്രാപിക്കട്ടെ. കർത്താവേ ട്യൂമറുകൾ വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ ശരീരത്തിലെ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. നട്ടെല്ലിന്റെ വേദന അപ്രത്യക്ഷമാകട്ടെ. കണ്ണുകളുടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ചെവിയുടെ വേദന വിട്ടുപോകട്ടെ. കൈകാലുകളുടെ തളർച്ച വിട്ടുപോകട്ടെ. തലവേദന വിട്ടുപോകട്ടെ. യൂട്ടണ സംബന്ധമായ തകരാറുകൾ വിട്ടുപോകട്ടെ. ശ്വാസകോശ രോഗങ്ങൾ വിട്ടുപോകട്ടെ. വാതരോഗങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ തിരുരക്തം ഒഴുകട്ടെ. തളർന്ന കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. കർത്താവേ ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങട്ടെ. ചതവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. കെട്ടുകൾ അടിയട്ടെ. ബന്ധനം അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വേദനകൾ അപ്രത്യക്ഷമാകട്ടെ. വേദനകൾ അപ്രത്യക്ഷമാകട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. കർത്താവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് ഇവിടുന്ന് കാണണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തെറ്റായ ബന്ധങ്ങളിൽ വീണ് കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ തിരുമുമ്പിലേക്ക് ഉയർത്തുന്ന കർത്താവേ, വഴിതെറ്റിയ മക്കളെ ഓർത്തുള്ള നിലവിളികൾ ഈ രാത്രിയിൽ നീ കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ രോഗങ്ങൾ എടുത്തു നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനങ്ങളിൽ വന്ന തളർച്ചകൾ നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിദേശത്ത് പോകാൻ വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ എടുത്തു നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വരുമാന മാർഗം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിലിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. സാമ്പത്തിക മേഖലയുടെ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. കടഭാരങ്ങൾ എടുത്തു നീക്കണമേ. സ്ഥലം വിൽപ്പനയുടെ തടസ്സങ്ങൾ എടുത്തു നീക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബ കലഹങ്ങൾ നീങ്ങിപ്പോകട്ടെ. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. വിവാഹ മോചനത്തിന്റെ വക്കീലെതിരിക്കുന്ന ബന്ധങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിൽ അകൽച്ചകൾ വിട്ടുപോകട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെയുള്ള കുഞ്ഞു മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ മക്കളിലേക്ക് കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കാണട്ടെ, അടയാളങ്ങൾ കാണട്ടെ യേശുവിൻ നാമത്തിൽ. അത്ഭുതങ്ങൾ കാണട്ടെ, അടയാളങ്ങൾ കാണട്ടെ യേശുവിൻ നാമത്തിൽ. ബന്ധനങ്ങൾ അയ്യട്ടെ, രോഗപീഠകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. ബന്ധനങ്ങൾ അയ്യട്ടെ, രോഗപീഠകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. അത്ഭുതങ്ങൾ കാണട്ടെ, അടയാളങ്ങൾ കാണട്ടെ യേശുവിൻ നാമത്തിൽ. അത്ഭുതങ്ങൾ കാണട്ടെ, അടയാളങ്ങൾ കാണട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ
കുടല് ചുരുങ്ങിപ്പോകുന്ന അസുഖമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇടുപ്പിന് വേദനയുള്ള 2 വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഉറക്കമില്ലാതെ വിഷമിക്കുന്ന 4 വ്യക്തികൾക്ക് കർത്താവ് വിടുതൽ നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വലത് കാലിൽ വ്രണങ്ങളുള്ള ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് വീണ്ടും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം ദൈവം ഞങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഒക്കെ സ്പർശിച്ചതായി അനുഭവപ്പെട്ടവർ സങ്കടങ്ങളും ഉത്കണ്ഠകളും ഭയങ്ങളും ഒക്കെ നീക്കി മനസ്സിന് പ്രത്യാശ നൽകി ശരീരത്തിൻ്റെ തളർച്ച മാറി ശരീരത്തിലെ ഏതെങ്കിലും വേദനകൾ വിട്ടുമാറി കർത്താവിൻ്റെ വലിയൊരു സ്പർശനത്തിന് അനുഭവം കിട്ടിയവരെല്ലാം കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഹീലിംഗ് ബോധ്യപ്പെടും. അങ്ങനെ ഹീലിംഗ് കിട്ടുന്നവർ അടുത്ത വെള്ളിയാഴ്ചകളിൽ ഇവിടുത്തെ ബോക്സിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ എഴുതിടാം, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നമ്മളൊക്കെ അറിയിക്കാം. കർത്താവിനെ നമുക്ക് സാക്ഷി മഹത്വപ്പെടുത്തണം. തുടർന്നുള്ള ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിലും കർത്താവ് അനേക അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചൊരിയും. നമുക്ക് പ്രത്യാശയോടെ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം.